നമസ്കാരം. യു.എസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.35%, S&P 500 0.4%, അതുപോലെ നാസ്ഡാക്ക് 0.54% പ്ലസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അമേരിക്കയും ഇസ്രായേലും ഇറാനും നടത്തുന്ന ആ കോൺഫ്ലിക്റ്റിന് ഒരു സീസ്ഫയറിന്റെ സാധ്യതയുണ്ട് എന്നുള്ള ചെറിയ ന്യൂസ് ആയിരിക്കാം ഒരുപക്ഷെ അമേരിക്കൻ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സഹായിച്ചത്. ട്രംപ് പറഞ്ഞിരിക്കുന്ന സമയപരിധി ഏതാണ്ട് ഇന്ന് അവസാനിക്കുകയാണ്. അതുകൂടാതെ തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 4 മണിക്കൂർ കൊണ്ട് ഇറാനിലെ പാലങ്ങളും പവർ പ്ലാന്റുകളും ഒക്കെ തകർക്കാൻ കഴിയുമെന്നും ഇന്ന് തന്നെ നിർബന്ധമായിട്ടും ഒരു ഒത്തുതീർപ്പിൽ എത്തിയിട്ടില്ലെങ്കിൽ, അതുപോലെ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇത്തരത്തിൽ ഇറാനെ മുഴുവൻ നശിപ്പിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എന്നാൽ മറുസൈഡിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്ക പറഞ്ഞ ഏതാണ്ട് 10ഓളം പാകിസ്ഥാൻ വഴി നടത്തിയ ആ ശ്രമങ്ങളെല്ലാം, ആ സീസ്ഫയറിനുള്ള പ്രപ്പോസൽ എല്ലാം ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ വേണ്ട, സ്ഥിരമായ ഒരു പരിഹാരമാണ് വേണ്ടത്. ഹോർമൂസ് കടലിടുക്കിൽ പോകുന്നതിന് ഇറാന്റെ അധികാരം തീർച്ചയായിട്ടും അംഗീകരിക്കണം. അത്തരത്തിലുള്ള പല കണ്ടീഷനാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഇറാന് ഒട്ടും അയവില്ലാത്ത സമീപനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ യുദ്ധം നിലവിൽ തുടരുകയാണ്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഏതാണ്ട് 112 ലെവല്, WTI ക്രൂഡും ബ്രന്റ് ക്രൂഡ് ഏതാണ്ട് 109 ലെവലിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ വീണ്ടും ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടാൻ അത് ഇടയാക്കും. അതല്ല എങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറയുകയും ബാക്കിയുള്ള മാർക്കറ്റുകൾക്കല്ലാതെ പോസിറ്റീവായിട്ട് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇന്നലെ യു.എസിലെ PMI ഡേറ്റ വന്നിരുന്നു. അവിടെ ഗ്രോത്ത് സ്ലോ ചെയ്യുന്നതാണ് PMI ഡേറ്റയും സൂചിപ്പിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയൊരു ബൈ മാർക്കറ്റിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു കയറുന്ന പോലെയുള്ള ഒരു സൂചനകൾ കാണിക്കുന്നുണ്ട്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് ഒക്കെ ഏകദേശം ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ബാങ്കുകളുടെ അപ്ഡേറ്റ്, ബിസിനസ് അപ്ഡേറ്റ് വന്നത് ബാങ്ക് നിഫ്റ്റിയെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബാങ്കുകളല്ല HDFC ബാങ്ക്, അതുപോലെ യെസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, IDBI ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ആക്സിസ് ബാങ്കിന്റെ ഒക്കെ ബിസിനസ് അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് നല്ല രീതിയിൽ വളരുന്നതായിട്ടാണ് ഡേറ്റകളെല്ലാം സൂചിപ്പിക്കുന്നത്. പൊതുവെ ബിസിനസ് അപ്ഡേറ്റ്സ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ FMCG സെഗ്മെന്റിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. നൈക്ക, ഡാബർ ഇവരൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ്. ജൂബിലന്റ്, അതുപോലെ ഗോദ്രേജ് കൺസ്യൂമർ ഒക്കെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്പം പോസിറ്റീവാണ്. ഇന്ത്യയിലെ സർവീസ് PMI ഡേറ്റ വന്നത് നെഗറ്റീവാണ്, മൈനസ് ആയിട്ടാണ്. നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറഞ്ഞാണ് വന്നേക്കുന്നത്. 57.5 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് 14 മാസത്തെ ലോ ആണ്. കമ്പനികളുടെ ഇൻപുട്ട് കോസ്റ്റ് ആണ് 45% അടുത്ത് വർദ്ധിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട്. എങ്കിൽ പോലും കയറ്റുമതി നല്ല രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. മറ്റൊന്ന് തൊഴിലവസരങ്ങൾ കൂടുന്നു എന്നുള്ളതൊക്കെ പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇന്ന് വീക്കിലി എക്സ്പയറി ആണ്. അപ്പൊ അതിന്റെ ഒരു വോളറ്റാലിറ്റിയും ട്രംപിന്റെ അനൗൺസ്മെന്റിന്റെ ഒരു വോളറ്റാലിറ്റിയും ഇന്ന് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. ബാക്കിയുള്ളത് ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട്, അതായത് പ്രത്യേകിച്ച് റെയിൽവേ സെഗ്മെന്റിൽ കവചുമായിട്ട് ബന്ധപ്പെട്ട ഒരു 1364 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളെല്ലാം ഇന്നലെ കയറിയിരുന്നു. മൂഡീസ് ഇന്ത്യയുടെ റേറ്റിംഗ് അതിന്റെ Baa3 തന്നെ റേറ്റിംഗ് നിലനിർത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗിന് ആശംസിക്കുന്നു. താങ്ക് യു.